അനുഗ്രഹങ്ങളെ നൽകി പോകണം. ഇനിയും ഇവിടെ ഒരു അതിശക്തനായ ഒരു അസുരനെ നിഗ്രഹിക്കാനായിട്ട് ഭഗവതി അവതരിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഗംഭീരമായ പേരുമുണ്ട്, മഹിഷാസുര മർദിനി. ഇവിടെ ജനമേജയ മഹാരാജാവ് വ്യാസർഷിയോട് പറയുകയാണ്, ഇങ്ങനെ എത്രയങ്ങോട്ട് കേട്ടിട്ടും മതിയാവണില്ല അമ്മയുടെ ആ തിരുനാമങ്ങൾ, അല്ലെങ്കിൽ അമ്മയുടെ കഥകൾ അങ്ങനെ കേട്ടിട്ടും മതിയാവണില്ല. എത്ര കേട്ടാലും തൃപ്തി വരില്ല എന്നാ പറയാ. ആർക്ക്? ഭക്തർക്ക്. ഒരേ കഥ തന്നെയാണ് കേൾക്കണമെങ്കിലും ഭക്തനെ സംബന്ധിച്ച് ഒട്ടും തൃപ്തി വരില്ല, എത്ര കേട്ടാലും മതിയാവില്ല. അതിനെന്ത് വേണം? ഇത് കേൾക്കാനുള്ള ഒരു രസം വേണം. രസം എന്ന് പറഞ്ഞാൽ ഒരു താല്പര്യമാണ്. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാന്റെ ആയാലും ഭഗവതിയുടെ ആയാലും കഥകളൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. കേട്ടില്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവും. അങ്ങനെ ഒരിടത്താണ് എനിക്കൊരു അനുഭവം ഉണ്ടായത്. നിങ്ങൾ കേട്ടിട്ട് ഈ പനമറ്റം എന്ന് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ ദേവീക്ഷേത്രത്തില് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ വെച്ചായി ഇവനെ ഞാൻ പരിചയപ്പെട്ടത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സപ്താഹം നടത്തിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പോ പൂതനാമോക്ഷം കഥ പറയുന്ന ദിവസം അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. തലേദിവസം അങ്ങനെ പറഞ്ഞു, നാളെ പൂതനാമോക്ഷമാണ് പറയണതെന്ന് പറഞ്ഞു. അദ്ദേഹം ആകപ്പാടെ രാത്രി പ്രഭാഷണമൊക്കെ നടത്തിയാൽ പങ്കെടുത്ത് പറഞ്ഞു, സ്വാമി എനിക്ക് നാളെ വരാൻ പറ്റില്ലല്ലോ, ഒരു അത്യാവശ്യ കേസുണ്ട്, പോയേ പറ്റില്ല. ഞാൻ പറഞ്ഞു, അതിനെന്താ പോയിട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞു. അത്ര വലിയ കാര്യമാക്കിയില്ല. യജ്ഞമെല്ലാം കഴിഞ്ഞ് പോരാന്നേരം എന്നോട് നമ്പർ എന്താണെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. ഇനി അടുത്ത എവിടെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ പാലായിൽ ഒരു നരസിംഹസ്വാമി ക്ഷേത്രമുണ്ട്, അവിടെയാണ് അടുത്തത്. എന്നാ തുടങ്ങാം? ഇന്നെപ്പോഴാണ് തുടങ്ങാം എന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട്, സ്വാമി എന്നാ പൂതനാമോക്ഷം പറയണമെന്ന് എന്നോട് പറയണേ വിളിച്ചിട്ട്.